ചക്രവർത്തിനി തിരക്കു ഞാനെന്റെ ശില്പഗോപുരം തുറന്നു. പുഷ്പപാതുകം പുറത്തു വയ്ക്കു നീ നഗ്നപാതയായി അകത്തു വരൂ. ചക്രവർത്തിനി തിരക്കു ഞാനെന്റെ ശില്പഗോപുരം തുറന്നു. പുഷ്പപാതുകം പുറത്തു വയ്ക്കു നീ നഗ്നപാതയായി അകത്തു വരൂ. ചക്രവർത്തിനി പപ്പ, വയലാറിൻ്റെ കവിതകളെ കുറിച്ച് എന്താണ് അഭിപ്രായം? വയലാറിൻ്റെ കവിത എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരുപാട് കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുമാത്രമല്ല, സാധാരണക്കാർക്കും പണ്ഡിതനും പാമരനും ഒക്കെ ആസ്വദിക്കാൻ പറ്റുന്ന നിരവധി കവിതകളാണ് അദ്ദേഹം എഴുതിയത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ അശ്വമേധം, മനുഷ്യശക്തിയിലുള്ള അടിയുറച്ച വിശ്വാസം. മനുഷ്യൻ്റെ ഉത്ഭവം മുതൽ മനുഷ്യൻ ഇന്നത്തെ രീതിയിൽ വിജഗീഷുവായി നിൽക്കുന്നത് വരെയുള്ള മനുഷ്യൻ്റെ അവസ്ഥയാണ് അതിൽ പറയുന്നത്. അപ്പോൾ മനുഷ്യശക്തിയാണ് ഏറ്റവും വലിയത്, അതിൽ കൂടുതലായി ഒന്നുമില്ല എന്ന് ഉദ്ഘോഷിക്കുന്ന ഒരു കവിതയാണ് അശ്വമേധം. വയലാറിൻ്റെ ഗാനരചനയെക്കുറിച്ച് പപ്പൻ്റെ അഭിപ്രായം? വയലാറിൻ്റെ ഗാനം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള സകലതിനെക്കുറിച്ചും അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്ന് പറയാം. പുല്ലിനെക്കുറിച്ചും കണ്ണിനെക്കുറിച്ചും കാതിനെക്കുറിച്ചും എന്ന് വേണ്ട സകലമാന വിഷയങ്ങളെക്കുറിച്ചും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ രംഗത്ത് അദ്ദേഹം കൈവെക്കാത്ത മേഖലകൾ ഇല്ല എന്ന് തന്നെ പറയാം. നിരവധി ഗാനങ്ങൾ, അതും സാധാരണക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരുപാട് ഗാനങ്ങളുടെ രചയിതാവാണ് അദ്ദേഹം. ശംഭു, അങ്ങനെയാണെങ്കിൽ ഒരു 2 വരി കവിത അല്ലെങ്കിൽ കവിതയോ പാട്ടോ വയലാറിൻ്റെ ഒരു സിനിമാ ഗാനം എന്നാ പാടും. കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നെഞ്ചൊളികളിൽ നാലിപ്പഴം പൊഴിയും. അപ്പം വയലാറിൻ്റെ ഗാനങ്ങളെ കുറിച്ച് അപ്പൻ എന്താണ് പ്രത്യേകം പറയാനുള്ളത്? വയലാറിൻ്റെ ഈ ഗാനങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ സ്മരണയിൽ ആദ്യം വരുന്നത് വയലാറിൻ്റെ വിപ്ലവ ഗാനമാണ്. അതായത് ബലികുടീരങ്ങളെ എന്നുള്ള. അന്ന് ആ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏതൊരു സമ്മേളനത്തിന് വേണ്ടി EMSൻ്റെ നിർദ്ദേശപ്രകാരമാണ് അത്രേ ഈ ബലികുടീരങ്ങളെ എന്ന ഈ ഗാനം എഴുതുന്നത്. അത് പറഞ്ഞാൽ അന്ന് മുഴുവൻ ശരിക്കും അത്രമാത്രം എല്ലാവരെയും ആകർഷിച്ച ഒരു പാട്ടായിരുന്നു. വിപ്ലവ വീര്യം കുടികൊള്ളുന്ന, തുടിച്ചു നിൽക്കുന്ന ഒരു പാട്ടായിരുന്നു അത്. ബലികുടീരങ്ങളെ സ്മരണകളിരുമ്പും രണസ്മാരകങ്ങളെ എന്ന്. അപ്പോൾ ഒരുപാട് സമൂഹത്തിൽ കോളിളക്കം ഉണ്ടാക്കിയ പാട്ടാണ്. പിന്നെ ഒരുപാട് വിപ്ലവകാരികളെ അനുസ്മരിക്കാനും അതുപോലെ വിപ്ലവകാരികളുടെ ഊർജം എങ്ങനെയാണ് അന്ന് സമൂഹം വിനിയോഗിച്ചത് ഒക്കെ അതിൽ വരച്ചു കാട്ടുന്നുണ്ട് വയലാർ. അത് ഏറ്റവും നല്ലൊരു വിപ്ലവ ഗാനമായിട്ട് എന്നും നിലനിൽക്കുന്ന ഒരു ഗാനം. അപ്പം 2 വരി അതിനെ പാടാൻ കഴിയുമോ? ആ പാട്ട് പാടാൻ എനിക്ക് അത്ര വശമില്ല. അതൊരു ടോപ്പിലെടുക്കേണ്ട ഒരു പാട്ടാണ്. ഞാൻ വേറൊരു പാട്ട് പാടാം. ശരി. ചന്ദ്രകളഭം ചനത്തിൽ ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്ത് തരുവോ ഇനിയൊരു ജന്മം കൂടി, ഇനിയൊരു ജന്മം കൂടി. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും
കൂടി എനിക്ക്